ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കാലഘട്ടത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് സ്വർഗം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്നാം ദിനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലൂടെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളും പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നൽകുന്ന പ്രവചന സന്ദേശങ്ങളും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ഈ സന്ദേശങ്ങളുടെ അഭിഷേകം സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമായി പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമ്മെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ വിലപ്പെട്ട 12 ദിനങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, കാലഘട്ടത്തിന് പ്രത്യക്ഷീകരണങ്ങൾ എന്ന ശുശ്രൂഷയിലൂടെ സ്വർഗം നമുക്ക് തരുന്ന ഓരോ പ്രവചന സന്ദേശവും നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ എന്താണോ സംഭവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണതയിൽ സംഭവിക്കുവാനായി നമ്മെ തന്നെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ 12 ദിനങ്ങളിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 68-ാം സങ്കീർത്തനം 34-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ, അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട്, അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. എത്ര അത്ഭുതകരമായ കർത്താവിൻ്റെ വചനമാണിത്. നമ്മുടെ ജീവിതങ്ങൾ ദിനം തോറും അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം നിറയപ്പെടുവാൻ, നമ്മെ എല്ലാവരെയും ആത്മാവ് നിയന്ത്രിക്കുവാൻ എപ്പോഴും ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ഏറ്റുപറയണം. അതിന് നേരമോ കാലമോ ഒന്നും തന്നെ ഇല്ല. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും മറ്റു പല വിധത്തിൽ നമ്മൾ അധ്വാനിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ പരിപാലന, കർത്താവിൻ്റെ സ്നേഹം, അവിടുത്തെ വിശ്വസ്തത നമ്മൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപയിൽ പൂരിതമാകുവാൻ ആത്മാവ് നൽകുന്ന നിർദ്ദേശമാണിത്. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. നമ്മുടെ അമ്മ മാതാവ് എപ്പോഴും കർത്താവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ദൈവകൃപ നിറഞ്ഞവളായി കൃപയിൽ ദിനം പ്രതി ജീവിക്കുവാൻ അമ്മയെ സഹായിച്ചത്, അമ്മ എപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കാരുണ്യം അമ്മ ഏറ്റുപറഞ്ഞ് അവിടുത്തെ എപ്പോഴും മഹത്വപ്പെടുത്തി. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ കൃപ നമ്മൾ സ്വീകരിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ പോലെ ജീവിതത്തിൻ്റെ സദാസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൃപയുടെ ജീവിതമായി നമ്മുടെ ജീവിതങ്ങളെല്ലാം മാറ്റപ്പെടുവാൻ അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആയിരിക്കുന്നിടത്ത് സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മ മാതാവ് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമേറിയ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേൽ
എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ സമൂഹത്തിന്റെ മേൽ സമൂഹത്തിന്റെ മേൽ സഭയുടെ മേൽ സഭയുടെ മേൽ എല്ലാ ജനപദങ്ങളുടെ മേൽ എല്ലാ ജനപദങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. ആത്മാവേ ആത്മാവേ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. എന്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം 6-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് എഫെസസിൽ ചെന്ന് അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ്ലീഗ അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ നിറയുകയാണ്. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മ നിറവിനായി, പരിശുദ്ധാത്മ ശക്തിക്കായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ മേൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മളായിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ആത്മാവ് ഇറങ്ങി വരുവാൻ, ആത്മാവ് പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മ നമ്മളെ നിയന്ത്രിക്കുവാൻ, ആത്മാവ് നമ്മളെ നടത്തുവാൻ നമ്മൾ ഒന്നിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മ അനുഭവമുള്ള കുടുംബങ്ങളാകണം. നമ്മുടെ ജീവിതങ്ങൾ ആത്മശക്തിയുടെ ജീവിതങ്ങളായി മാറ്റപ്പെടണം. നമ്മുടെ തലമുറകളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞൊഴുകപ്പെടണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തിരുസഭ മുഴുവനിലും പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. ലോക ജനതയുടെ മേൽ, എല്ലാ ജനപദങ്ങളിലും അഭിഷേകത്തിന്റെ കൃപകൾ വെളിപ്പെടട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ കരം പിടിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മധ്യസ്ഥതയിൽ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കാലത്തിന്റെ അടയാളങ്ങൾ ഗ്രഹിക്കുവാൻ, കാലത്തെ വ്യാഖ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ദൈവിക മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, സഭയെ നവീകരിക്കണമേ, കൂട്ടായ്മകളെ ബലപ്പെടുത്തണമേ. ഹോളി സ്പിരിറ്റ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആഗ്രഹത്തോടെ എല്ലാവരും ആത്മാവിനെ വിളിച്ചേ. പരിശുദ്ധാത്മാവാണ് കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് സ്വർഗത്തിന്റെ പ്രവചനങ്ങൾ വേണ്ടവിധം ഗ്രഹിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത്. നമുക്ക് ഒന്നിച്ച് കരങ്ങൾ തുറന്നു പിടിച്ച്, യാചനാപുരം തുറന്നു പിടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാലത്തിനടയാളങ്ങൾ ആത്മാവേ സഹായിക്കണമേ. അമ്മ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ ജ്ഞാനം നൽകണമേ. ലോകത്തിൻ ജനകോടികളിൽ സുവിശേഷത്തി പടരുന്നു, ലോകം അതിനുടെ രക്ഷകനെ ദർശിക്കാൻ അണിചേരുന്നു. ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷകനെ ദർശിക്കാൻ അണിചേരുന്നു. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. അമ്മ മാതാവിന്റെ പ്രവചന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സന്ദേശങ്ങളെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാനായി ഒരുങ്ങാം. ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. എത്ര അർത്ഥവത്താണ്
കാലഘട്ടത്തിലെ പ്രതീക്ഷീകരണങ്ങൾ, അമ്മ മാതാവിന്റെ പ്രതീക്ഷീകരണങ്ങൾ ഈ കാലഘട്ടത്തിലുള്ള അടയാളങ്ങളാണ്. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി. സ്വർഗം തരുന്ന ഈ പ്രവചന സന്ദേശം ഏറ്റെടുത്ത് പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം, സ്വർഗത്തിന്റെ മുന്നറിയിപ്പുകൾ സ്വന്തമാക്കി ലാസലേറ്റും ഫാത്തിമയും മെജുഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. നാശത്തിൽ ചെന്നെത്തിയിടും, നാശത്തിൽ ചെന്നെത്തിയിടും. പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ആവേ കൃപ തരണമേ, കൃപ തരണമേ, അഭിഷേകം തരണമേ, സാന്നിധ്യം നൽകണമേ, ശക്തി പകരണമേ, കൃപകൾ ചൊരിയണമേ. ആത്മാവേ ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും ഉണർത്തണമേ. കാലഘട്ടത്തിന്റെ പ്രവചന സന്ദേശങ്ങൾ ഏറ്റെടുക്കുവാൻ ആയിരങ്ങളെ വിശുദ്ധീകരിക്കണമേ, 10,000 ഉണർത്തണമേ. ഹോളി സ്പിരിറ്റ് ഹൃദയങ്ങളെ തുറക്കണമേ, ജീവിതങ്ങളെ നവീകരിക്കണമേ, കൂട്ടായ്മകളെ സജ്ജമാക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരമുയർത്തി സ്വരമുയർത്തി നമ്മൾ ഒന്നിച്ചു വിളിക്കുന്ന ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിന്റെ പ്രവചന സന്ദേശങ്ങൾ ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ മാതാവിലൂടെ വെളിപ്പെടുന്ന സ്വർഗീയ ദൂതുകൾ ഏറ്റെടുക്കുവാൻ ആത്മാവേ ഞങ്ങളെ പ്രാപ്തമാക്കണമേ. ലോകമോഹങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ എല്ലാവിധ അശുദ്ധികളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ കഴുകണമേ. കർത്താവിന്റെ തിരുച്ചോരയാ, യേശുവിന്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, മുദ്ര ചെയ്യണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഗ്ലോറിയ, 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 ഗ്ലോറിയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ അമ്മ മാതാവേ, യുഗാന്ത്യ സഭയുടെ സംരക്ഷകയെ, സഭയുടെ നാഥയെ, എല്ലാ ജനപദങ്ങളുടെ അഭിഭാഷകയെ അമ്മയുടെ കരം പിടിച്ച് കാലഘട്ടത്തിന് പ്രതിഷീകരണങ്ങളിലൂടെ സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുക. അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വലതുകരമുയർത്തി ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളെല്ലാവരും ശാന്തമായിട്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, വളരെ കൃപ നിറഞ്ഞ 12 ദിനങ്ങളിലെ കാലഘട്ടത്തിന് പ്രതിഷീകരണങ്ങൾ എന്ന ഈ ശുശ്രൂഷയുടെ ആദ്യ ദിനത്തിലേക്ക് ആത്മാവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മടിത്തട്ടിലിരുന്ന് അമ്മയിലൂടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ത്രിത്വം നൽകുന്ന ഓരോ പ്രവചന സന്ദേശവും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ നിർണായകമായ ഒരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകം വലിയൊരു മാറ്റത്തിൻ്റെ നിഴലിലൂടെ കടന്നു പോവുകയാണ്. ലോകം മുഴുവൻ വലിയ മാറ്റത്തിൻ്റെ കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും
സാംസ്കാരിക മണ്ഡലത്തിലും എന്തിന് ആത്മീയ മണ്ഡലത്തിൽ വരെ വലിയ മാറ്റങ്ങളുടെ കാറ്റ് ഇന്ന് ലോകം മുഴുവനിലും വീശിയടിക്കും നമുക്ക് കാണുവാൻ പറ്റും. നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ പ്രതിഭാസങ്ങൾ അവിചാരിതങ്ങളല്ല. വരാൻ പോകുന്ന ശക്തമായൊരു ആത്മീയ ഉണർവിൻ്റെ മുന്നോടിയാണ് നമ്മൾ ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുവാൻ നമ്മുടെ കർത്താവും പരിശുദ്ധ അമ്മ മാതാവും ലോകത്തിലെ പല ദിക്കുകളിലും പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ ആത്മീയമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിൽ അമ്മ പലപ്പോഴും എടുത്തു പറഞ്ഞ ഒരു സന്ദേശമാണ്, കാലം ആസന്നമായിരിക്കുന്നു, കാലം ആസന്നമായിരിക്കുന്നു. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലാണ് മക്കളെ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സ്വർഗത്തിന് ഈ നാളുകളിൽ നമ്മോട് സംസാരിക്കുവാനുള്ള ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ മറിയത്തിലൂടെയാണ് ഈ നാളുകളിൽ പരിശുദ്ധ ത്രിത്വം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, എത്ര അർത്ഥവത്താണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ. ലോകത്തിലെ പല ദിക്കുകളിലും നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന ഓരോ പ്രവചന സന്ദേശവും ഈ സത്യം കൂടുതൽ കൂടുതൽ നമ്മോട് വിളിച്ചു പറയുകയാണ്. സ്വർഗം ഈ കാലഘട്ടത്തിൽ നമ്മളുമായി സമ്പാദിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അമ്മയുടെ സ്വന്തമല്ല, അത് ത്രിയേക ദൈവത്തിൻ്റെ ജീവനുള്ള വാക്കുകളാണ്. തുടർന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു. എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്? മറിയം തൻ്റെ പുത്രനായ യേശുവിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് എനിക്ക് നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ കാലങ്ങളിൽ തൻ്റെ അമ്മയായ മറിയത്തിലേക്ക് യേശു നമ്മെ നയിക്കുന്നുവെന്നും ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ജോൺ പോൾ മാർപ്പാപ്പയുടെ വാക്കുകൾ ശ്രേഷ്ഠമായ വാക്കുകളാണ്. പരിശുദ്ധ അമ്മ മാതാവ് തൻ്റെ പുത്രനായ യേശുവിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് മാർപ്പാപ്പ പറയാണ്, എനിക്ക് നേരത്തെ തന്നെ നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ കാലങ്ങളിൽ, ഈ അവസാന നാളുകളിൽ വിശുദ്ധീകരണത്തിൻ്റെയും ദൈവകാരുണ്യത്തിൻ്റെയും ആത്മീയമായ ഒരുക്കത്തിൻ്റെയും ഈ സമയത്ത് കർത്താവായ യേശു തൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, മാർപ്പാപ്പ പറഞ്ഞ ഈ വാക്കുകള് ഈ കാലഘട്ടത്തിന്റെ പ്രത്യക്ഷീകരണങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ നാളുകളിൽ പരിശുദ്ധ അമ്മ മാതാവിനെ ത്രിയേക ദൈവം നൽകുന്ന അതിവിശിഷ്ടമായ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധനായ ലൂയിസ് ഡി മോൺഫോർട്ട് ഇപ്രകാരം ആത്മനിറവോടെ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കാലം അതിന് അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് പൂർവാധികം സകലരാലും അറിയപ്പെടുവാനും പ്രശോഭിതയാകുവാനും പരിശുദ്ധ ത്രിത്വം അതിയായി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ത്രിയേക ദൈവത്തിന്റെ ഈ തിരിഹിതമാണ് ഇന്ന് ലോകത്തിന്റെ പല ദിക്കുകളിലും അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ പ്രവചന സന്ദേശങ്ങൾ അമ്മ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. 1830 മുതൽ പലരും അതിനെ വിശേഷിപ്പിക്കുന്നത്
ആധുനിക മരിയൻ യുഗം അതിൻ്റെ ആരംഭ കാലഘട്ടമാണ്. വിശുദ്ധയായ കാതറിൻ ലബോറയ്ക്ക് അമ്മ കൊടുത്ത ആ പ്രവചന സന്ദേശങ്ങളിലൂടെ മരിയൻ യുഗം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്ന് ലോകത്തിലെ പല ദിക്കുകളിലും ഫാത്തിമ, മെജുഗുറിയ, ലൂർദ്, ഗരബന്താള്, ലാസലേറ്റ് എന്നുവേണ്ട അനേകമിടങ്ങളിൽ, നമ്മുടെ കേരളത്തിൽ കഞ്ചിക്കോട്ട് നമ്മുടെ റാണി ചേച്ചിയുടെ അടുത്ത് എത്രയോ ഇടങ്ങളിൽ, ദേശങ്ങളിൽ അമ്മ സ്വർഗം വിട്ടിറങ്ങി സ്വർഗത്തിൻ്റെ പ്രവചന ദൂതുകൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് അമ്മ അറിയിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം. നാശത്തിലേക്ക് പോകുന്ന തൻ്റെ മക്കളെ കണ്ട് വേവലാതിപ്പെട്ട് നമ്മുടെ അമ്മ ഓടി നടക്കുകയാണ്. അമ്മയുടെ ആ ആത്മീയ നൊമ്പരത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഈ പ്രതിഷീകരണങ്ങളിലൂടെ എല്ലാം സ്വർഗം നമുക്ക് വെളിവാക്കി തരുന്നത്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ഈ സന്ദേശങ്ങളുടെ എല്ലാം, ഈ പ്രതിഷീകരണങ്ങളുടെ എല്ലാം പൊതുവായ ആശയം എന്താണ്? മാനസാന്തരപ്പെടുക. ദൈവകരുണ അവസാനിക്കാറായി. ദൈവനീതിയുടെ സമയം സമാഗതമായിരിക്കുന്നു. ഇനിയും അനുതപിക്കാതെ ധിക്കാരം തുടർന്നാൽ ദൈവക്രോധത്തിന് നമ്മൾ ഇരയായിത്തീരും. പരിശുദ്ധമ പറയുകയാണ്, തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം ആസന്നമായിരിക്കുന്നു. മക്കളെ, മനസാന്തരപ്പെടുക. അതിവേഗം നിങ്ങൾ അനുതാപത്തിലേക്ക് വരിക. ഇന്ന് നമ്മൾ കാണുന്ന ഈ മരിയൻ പ്രതിഷീകരണങ്ങളുടെ എല്ലാം ഉള്ളടക്കം ഇതാണ്: മാനസാന്തരവും അനുതാപവും പ്രാർത്ഥനയും പ്രാശ്ചിത്തവും പരിഹാരവും ഈ കാലത്തിന് നൽകപ്പെടുന്ന മുന്നറിയിപ്പുകളുമാണ് ഈ പ്രതിഷീകരണങ്ങളുടെ എല്ലാം ഉള്ളടക്കമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പല പ്രതിഷീകരണങ്ങളിലൂടെ വെളിപ്പെട്ട പ്രവചന സന്ദേശങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇത് വെറുമൊരു ശുശ്രൂഷയായി മാത്രം നമ്മൾ കാണാതെ, ഈ കാലഘട്ടത്തിൽ സ്വർഗം തരുന്ന ഈ സന്ദേശങ്ങളുടെ ആത്മീയ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്, ആ ഫലങ്ങൾ നമുക്ക് നൽകുവാനായി കഴിയണം. കൂടുതൽ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ആത്മാക്കളെ നേടണം. പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും അസംഖ്യം ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് അനേകരെ കർത്താവായ യേശുവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് അമ്മ മാതാവിലൂടെ ആത്മാവ് നമ്മോട് പറയുകയാണ്. സിലുക്കാട് സുവിശേഷം 12-ാം അധ്യായം 56-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കുന്നില്ല? ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ കർത്താവ് ചോദിക്കുക, എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കുന്നില്ല? കാലത്തിന്റെ അടയാളങ്ങളോട് നൽകപ്പെടുന്ന സ്വർഗീയ മുന്നറിയിപ്പുകൾ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല? എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണിത്. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷഫാന ഗോപിയോട് പറഞ്ഞു, കാലത്തിൻ്റെ അടയാളങ്ങൾ ഗ്രഹിക്കുന്നതിൽ എൻ്റെ മക്കൾ പരാജയപ്പെടുന്നു. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങൾ തിരിച്ചറിയുന്നതിൽ എൻ്റെ മക്കൾ ഇന്ന് പരാജയപ്പെടുകയാണ്. എൻ്റെ മക്കൾ അത് അറിയാതെ ജീവിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇത് സ്വർഗത്തിൻ്റെ വേദനയാണ്. നമ്മുടെ അമ്മ മാതാവിൻ്റെ ദുഃഖമാണിത്. കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ സ്വർഗം നൽകുന്ന പ്രവചന ദൂതുകൾ
തിരിച്ചറിയാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല. അത് ഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ പലപ്പോഴും മെനക്കെടുന്നില്ല. അമ്മയ്ക്ക് അതിൽ ഒരുപാട് ദുഃഖമുണ്ടെന്ന് പല പ്രതിശീകരണങ്ങളിലും പരിശുദ്ധമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ സഭയെ പഠിപ്പിക്കുന്നത്. എഫെസോസ്കാർക്ക് ലേഖനം 5-ാം അധ്യായം 17-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുകയാണ്, ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭിഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. കർത്താവിന്റെ അഭിഷ്ടം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. കർത്താവിന്റെ മനസ്സെന്താ നിങ്ങൾ തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിന്റെ പദ്ധതികൾ നമ്മൾ ഈ നാളുകളിൽ തിരിച്ചറിയണം. സ്വർഗത്തിന്റെ പ്രവചന സന്ദേശങ്ങളിലൂടെ നമ്മിൽ നിന്ന് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവിന്റെ അഭിഷ്ടം എന്താണെന്ന് നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് വേണം സഹോദരങ്ങളെ ഈ നാളുകളിൽ നമ്മൾ ജീവിക്കുവാനായിട്ട്. 1995 ആ നാളുകളിൽ സഭയിൽ വലിയൊരു മിസ്റ്റിക്കാണ് എലിൻ ജോർജൻ എന്ന് പറയുന്ന ആ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയോട് അമ്മ പറഞ്ഞു, എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയമായി, എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഇത് അവസാനിക്കുകയാണ്. പരിശുദ്ധ ത്രിത്വം എനിക്ക് നൽകിയിരിക്കുന്ന പ്രവചന സന്ദേശങ്ങൾ, മുന്നറിയിപ്പുകളെല്ലാം എൻ്റെ മക്കൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞു. അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യാനും പ്രായശ്ചിത്തം അനുഷ്ഠിക്കുവാനുമുള്ള സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശങ്ങളെല്ലാം ഞാൻ എൻ്റെ മക്കളെ അറിയിച്ചു കഴിഞ്ഞു. ഇനി എനിക്കൊന്നും തന്നെ അറിയിക്കാനില്ല. അമ്മ പറയുകയാണ്, മക്കളെ എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയമായി, എനിക്ക് പിൻവാങ്ങുവാനുള്ള സമയമായി. 2020 മെയ് മാസത്തിൽ മെജുഗുറിയ കുന്നിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞു, ഇനി എൻ്റെ പൊതുപ്രത്യക്ഷീകരണങ്ങളില്ല. സഭയിൽ എൻ്റെ അവസാനത്തെ പൊതുപ്രത്യക്ഷീകരണമാണ് മെജുഗുറിയ പ്രത്യക്ഷീകരണം. ഇനി സഭയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മറ്റൊരു പൊതുപ്രത്യക്ഷീകരണം ഉണ്ടാവുകയില്ല എന്ന് അമ്മ പലപ്പോഴും ആവർത്തിച്ച് മെജുഗുറിയ പ്രത്യക്ഷീകരണത്തിൽ തൻ്റെ മക്കളെ അമ്മ അറിയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. ഈ സമയത്തിൻ്റെ പ്രാധാന്യത നമ്മൾ തിരിച്ചറിയാതെ ജീവിക്കരുതേ, നമ്മൾ അറിയാതെ പോകരുതേ. ഈ സമയത്തിൻ്റെ പ്രാധാന്യം സഹോദരങ്ങളെ നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം. നമ്മൾ ഇന്നേ ദിനം കാലഘട്ടത്തിന് പ്രത്യക്ഷീകരണം എന്ന ശുശ്രൂഷയിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് ആണ്. പരിശുദ്ധ അമ്മ മാതാവ് ഇക്കഡോറിൽ 1582 മുതൽ 1634 വരെയുള്ള കാലയളവിൽ ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മ, മദർ മരിയാന ഡി ജീസസ് ടോറസ് എന്നാണ്. മദർ മരിയാന ഡി ജീസസ്. ഈ പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മ മാതാവ് നൽകിയ വളരെ പ്രാധാന്യമുള്ള പ്രവചന സന്ദേശങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങളല്ല. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന്, ഈ തലമുറയ്ക്ക് ആവശ്യമായ പ്രവചന സന്ദേശങ്ങളാണ് 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ ത്രിത്വം അമ്മ മാതാവിലൂടെ മദർ മരിയാനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ഒരു ദിവസം മദർ മരിയാനയുടെ ആ ശരീരം ഇപ്പോഴും അഴുകിയിട്ടില്ല. സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ മദർ മരിയാന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സക്രാരിയുടെ മുന്നിലെ ആ കെടാവിളക്കാണ് അണഞ്ഞുപോയി. അണഞ്ഞ തിരി വീണ്ടും കൊളുത്തുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അലൗകികമായൊരു പ്രകാശം ആ ചാപ്പൽ മുഴുവൻ നിറയുകയാണ്. വളരെ വലിയൊരു പ്രകാശത്തിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ് മദർ മരിയാനയ്ക്ക്. അമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ നിങ്ങൾ, മദർ മരിയാന കാണുകയാണ് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ
മദർ മരിയാനെ ചോദിക്കുക, അമ്മേ, എൻ്റെ പാപങ്ങളാണോ അമ്മയുടെ ദുഃഖത്തിന് കാരണം? അമ്മ പറയും, ഒരിക്കലുമല്ല. ദുഷ്ടത നിറഞ്ഞ 20-ാം നൂറ്റാണ്ടിനോർത്താണ് ഞാൻ വിലപിക്കുന്നത്. എൻ്റെ സഹോദരൻ ശ്രദ്ധിച്ചേ, ഒരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കിക്കേ. ഈ പ്രതിഷീകരണങ്ങൾ ശ്രദ്ധിക്കണം, 16-ാം നൂറ്റാണ്ടിലാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ നോക്കി അമ്മ വേദനയോടെ കരയുകയാണ്. മദർ മരിയാനയോട് പറഞ്ഞു, മകളെ, ഞാൻ കണ്ണുനീരൊഴുക്കുന്നത് ദുഷ്ടത നിറഞ്ഞ, പാപം നിറഞ്ഞ, മ്ലേച്ഛതകൾ സീമാതീതമായിരിക്കുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളും 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ കാലഘട്ടത്തെയും കണ്ടുകൊണ്ടാണ് മകളെ ഞാൻ ഇന്ന് വേദനയോടെ കരയുന്നത്. ഇത് പൊട്ടത്തരമല്ല സഹോദരങ്ങളെ. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ പലപ്പോഴും ഇത് സാധിച്ചെന്ന് വരില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയല്ലോ. സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങൾ തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു താഴ്മയും നിഷ്കളങ്കതയും ഹൃദയത്തുറവിയും ഈ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ആവശ്യമാണെന്ന് ആത്മാവ് വ്യക്തമായി പറയുകയാണ്. സംശയിക്കരുത്. പിശാചിന്റെ വലിയൊരു പ്രവൃത്തിയാണ് ഈ പ്രവചന സന്ദേശങ്ങളിൽ സംശയം ജനിപ്പിച്ച് നമ്മിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് സാത്താൻ്റെ വഞ്ചനയാണെന്ന് പലപ്പോഴും അമ്മ മാതാവ് തൻ്റെ പ്രതിഷീകരണ വേളയിൽ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നോക്കി അമ്മ വേദനിക്കുകയാണ്. പെട്ടെന്ന് മദർ മരിയാന ദൈവപിതാവിൻ്റെ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരു ദർശനം മദർ മരിയാന കാണുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ശിരസിന് മുകളിലായി നിലകൊള്ളുന്ന 3 വാളുകൾ തെളിഞ്ഞു വന്നു. ഈ സമയത്ത് മദർ മരിയാന കേട്ട ശബ്ദം ഇതായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഒന്നാമത് അവൾ കേട്ടത്, പാഷാണ്ഡതകൾ ശിക്ഷിക്കപ്പെടും. ഒരുമിച്ച് എല്ലാവരും ഒന്നിച്ചെന്ന് പറഞ്ഞേ, പാഷാണ്ഡതകൾ ശിക്ഷിക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസത്തിനും തിരുസഭയുടെ സത്യപ്രബോധനങ്ങൾക്കും വിരുദ്ധമായിട്ട് ഇന്ന് പിശാച് രൂപം കൊടുക്കുന്ന പല തെറ്റായ പ്രബോധനങ്ങള്, പാഷാണ്ഡതകള് ശിക്ഷിക്കപ്പെടും, കഠിനമായി ശിക്ഷിക്കപ്പെടുമെന്ന് ദൈവപിതാവ് അറിയിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം. സത്യപ്രബോധനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള തെറ്റായ പ്രബോധനങ്ങള്, പാഷാണ്ഡതകള്, അത് നമ്മെ കഠിനമായ ശിക്ഷാവിധിക്ക് അർഹരാക്കുമെന്ന് സ്വർഗം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ കേൾക്കുന്ന, നമ്മൾ ധ്യാനിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്ന പ്രബോധനങ്ങള് കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തോടും സഭയുടെ സത്യപ്രബോധനങ്ങളോടും വിശ്വാസ സത്യങ്ങളോടും പൂർണ്ണമായും ചേർന്ന് പോകുന്നതായിരിക്കണം. അപ്പോൾ പാഷാണ്ഡതകൾ ശിക്ഷിക്കപ്പെടും. രണ്ടാമത് അവൾ എന്താണ് കേട്ടത്? ദൈവദൂഷണം ശിക്ഷിക്കപ്പെടും. മൂന്നാമത് മദർ മരിയാന കേൾക്കുകയാണ്, അശുദ്ധി ശിക്ഷിക്കപ്പെടും. താൻ കണ്ട ഈ 3 വാളുകളും ഈ 3 മേഖലയിലെ ശിക്ഷകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് സിസ്റ്ററിന് മനസ്സിലായി, മദർ മരിയാനയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം പരിശുദ്ധ അമ്മ മാതാവ്, എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവ് ഈ സക്രാരിയുടെ മുൻപിൽ അണഞ്ഞുപോയ സക്രാരിയുടെ മുൻപിൽ അണഞ്ഞുപോയ ആ കെടാവാളിക്കിനെ കുറിച്ചുള്ള 5 പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ള സ്വർഗത്തിന്റെ പ്രവചന സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം നൽകുന്ന ഈ പ്രവചന അടയാളങ്ങൾ. എന്തിനു വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ അമ്മ നൽകുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലെ അസാധാരണത്വങ്ങൾ, ഈ പ്രതിഷീകരണങ്ങളിൽ നൽകപ്പെട്ട
ഈ പ്രവചന സന്ദേശങ്ങളുടെ അസാധാരണത്വങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം, 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കാനിരിക്കുന്ന വെളിപ്പെടുത്തുന്നത് 400 വർഷങ്ങൾക്ക് മുൻപ് 16-ാം നൂറ്റാണ്ടുകളിലാണ്. കരമടിച്ച കർത്താവിനെ ഇന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ. 400 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ ഈ പ്രവചന സന്ദേശങ്ങൾ വെളിപ്പെടുത്തി. രണ്ടാമത് നമുക്ക് അവിടെ എന്താ കാണാൻ കഴിയുന്നത്? ഈ പ്രവചന സന്ദേശങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും എഴുതി സൂക്ഷിക്കുവാൻ ആ നാളുകളിൽ മെത്രാൻ തന്നെ മദർ മരിയാനയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. മൂന്നാമത് ഈ സന്ദേശങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിൽ യാതൊരു പ്രസക്തിയും ഇല്ലാതിരുന്ന പ്രവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാലക്രമത്തിൽ അത് വിസ്മൃതിയിലായി. എന്നാൽ അവ അറിയപ്പെടുവാനുള്ള സമയമെത്തിയപ്പോൾ സ്വർഗം തന്നെ അതിനെ വഴിയൊരുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, 16-ാം നൂറ്റാണ്ടിൽ 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മദർ മരിയാനയ്ക്ക് പരിശുദ്ധ അമ്മ മാതാ വെളിപ്പെടുത്തി കൊടുത്ത ഈ പ്രവചന സന്ദേശങ്ങൾ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ സന്ദേശങ്ങൾ ചിന്തിക്കുമ്പോൾ യാതൊരു പ്രസക്തിയുമില്ല, ഒരു ബന്ധവുമില്ലാത്ത കുറെ അർത്ഥശൂന്യമായ വാക്കുകൾ പോലെയാണ് പലപ്പോഴും ഈ പ്രവചന സന്ദേശങ്ങൾ നമുക്ക് മനസ്സിലാക്കുക. 16-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിലേക്കാണ് സ്വർഗം ഈ സന്ദേശങ്ങൾ നൽകിയത്. ഒത്തിരി വർഷങ്ങൾ ഈ പ്രവചന സന്ദേശങ്ങൾ അറിയപ്പെടാതെ ഇതെല്ലാം വിസ്മരിക്കപ്പെട്ടു. എന്നാൽ സ്വർഗത്തിന്റെ സമയം സമാഗതമായപ്പോൾ മദർ മരിയാനയ്ക്ക് പരിശുദ്ധമ്മ കൊടുത്ത ഈ പ്രവചന സന്ദേശങ്ങൾ ഈ കാലഘട്ടം തിരിച്ചറിയുവാനുള്ള സമയമായപ്പോൾ അതിനുള്ള വഴികൾ കർത്താവ് തന്നെ തുറക്കുകയാണ്. ശ്രദ്ധിക്കുന്നു. ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും അത് പാഴായി പോകുന്നില്ല സഹോദരങ്ങളെ. ഇന്നല്ലെങ്കിൽ നാളെ അത് നിറവേറപ്പെടും. അതിനായി എന്താണ് സംഭവിച്ചത്? നാലാമത് നമ്മൾ ആ സന്ദേശങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 1906 ആ കോൺവെന്റിന്റെ നവീകരണത്തിനായി ഒരു ഭാഗം പൊളിക്കേണ്ടതായി വന്നപ്പോൾ അതുവരെയും ശ്രദ്ധിക്കാതിരുന്ന കല്ലുകൾ പൊളിക്കേണ്ടി വന്നു. അപ്പോൾ മദർ മരിയാനയുടെ മറ്റ് 5 കന്യാസ്ത്രീകളുടെ മൃതദേഹങ്ങൾ അഴുകാത്തതായി കാണപ്പെട്ടു. 300 വർഷങ്ങൾക്ക് ശേഷം 1900 കാലഘട്ടത്തിലാണ്. 300 വർഷങ്ങൾക്ക് ശേഷം അഴുകാത്ത മദർ മരിയാനയുടെ ശരീരം കാണപ്പെടുകയാണ്. പുതിയ ലില്ലിപ്പൂക്കളുടെ സുഗന്ധവും അവയിൽ നിന്ന് വമിച്ചുകൊണ്ടിരുന്നു. ഈ വാർത്ത പെട്ടെന്ന് വ്യാപിച്ചതിനാൽ തീർത്ഥാടകരും സന്ദർശകരും അവിടേക്ക് ഒഴുകി എത്താൻ തുടങ്ങി. കർത്താവിൻ്റെ പ്രവർത്തനം കണ്ടു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഈ സന്ദേശങ്ങൾ വെളിവാക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. നമ്മുടെ ഈ കാലഘട്ടത്തിന് വേണ്ടി നൽകപ്പെട്ട സന്ദേശങ്ങൾ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ സമയത്ത് തന്നെ കർത്താവ് അത് തുറന്നു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്? അവസാന ഭാഗത്ത് വിസ്മൃതിയിലേക്ക് കടന്നുപോയി എല്ലാ വസ്തുതകളും കോൺവെന്റ് രേഖകളിൽ നിന്ന് ലോകം മുഴുവൻ അറിയാൻ ഇടയായി. ലോകം മുഴുവൻ അറിയാൻ ഇടവരികയാണ്. ആ കോൺവെന്റ് നവീകരിക്കുവാനായി അത് പൊളിക്കുവാനൊക്കെ ഉള്ള ഒരു ചിന്ത അന്നത്തെ അധികാരികൾക്ക് ആരാ കൊടുക്കുന്നത്? ആത്മാവാണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? ഈ സന്ദേശങ്ങൾ ലോകം അറിയുവാനുള്ള സമയമായി. അതിനുവേണ്ട വഴികളെല്ലാം ആത്മാവ് തന്നെ തുറക്കുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സന്ദേശങ്ങളുടെ എല്ലാം, ഈ പ്രവചന സന്ദേശങ്ങളുടെ എല്ലാം ഉള്ളടക്കം പെട്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവാണ്. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, വിജയമാതാവ് പരിശുദ്ധ അമ്മ മാതാവ് ഇപ്രകാരം എന്തിനാണ് മദർ മരിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ കാലഘട്ടം നമ്മൾ അധിവസിക്കുന്ന ഈ കാലഘട്ടത്തിന് ആവശ്യമായ പ്രവചന സന്ദേശങ്ങൾ നൽകിയത്? ഈ സന്ദേശങ്ങൾ നമ്മൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്ക് കൂടുതൽ തിരിച്ചറിയുവാനായിട്ട് കഴിയും. ആ പ്രവചന സന്ദേശങ്ങൾ ഉള്ളടക്കം എന്തൊക്കെയാണ്? ഒന്നാമതായി
വിശ്വാസത്തിൽ അതിഗുരുതരമായ വീഴ്ചയുണ്ടാകും. ആത്മവിശ്വാസം, ദൃഢത, ധൈര്യം, ഉറച്ച ദൈവവിശ്വാസം എന്നിവ മുറുകെ പിടിക്കാതെ ഒരാൾക്കും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കില്ല എന്ന് അമ്മ കൃത്യമായി വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത് എന്താണ്? വിശുദ്ധി നഷ്ടപ്പെട്ട മനുഷ്യരെ കൊണ്ട് ലോകം നിറയും. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക വഴിവിട്ട് ലൈംഗിക അരാജകത്വങ്ങള്, അതുപോലെയുള്ള പാപം, മ്ലേച്ഛതയുടെ അതിപ്രസരം ഇന്ന് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ഒരു പ്രളയം പോലെ എല്ലാ ഇടങ്ങളിലും വ്യഭിചാര ദുർഭൂതം ഇന്ന് ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധിയില്ലാത്ത മനുഷ്യരെ കൊണ്ട് ലോകം നിറയുമെന്ന് 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അമ്മ മദർ മരിയാനയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഇത്രമാത്രം ഒന്നും ഈ പാപം, മ്ലേച്ഛതയുടെ അതിപ്രസരം ഉണ്ടല്ലേ പ്രിയപ്പെട്ടവരെ. അന്ന് പെട്ടെന്ന് ഇതിനർത്ഥം മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് നല്ലതുപോലെ അത് അറിയാൻ പറ്റും. പിന്നീട് എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ഫ്രീമേസറി. അത് ശക്തി. ഫ്രീമേസറി എന്ന് പറഞ്ഞാൽ ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയെ, സഭയുടെ സത്യപ്രബോധനങ്ങളെ, സത്യവിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ പിശാച് രൂപം കൊടുക്കുന്ന ചില പൈശാചിക പ്രസ്ഥാനങ്ങളാണ് നമുക്കറിയാം. ഇന്ന് പല നവയുഗ പ്രസ്ഥാനങ്ങൾ ഇന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫ്രീമേസറി. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ലക്ഷ്യം സഭയെ നശിപ്പിക്കുക, സഭയുടെ സത്യപ്രബോധനങ്ങൾ ഇല്ലാതാക്കുക, സഭയുടെ സത്യവിശ്വാസത്തെ ശിഥിലീകരിക്കുക, അങ്ങനെ സഭയെ തളർത്തി സഭയുടെ വിശ്വാസത്തിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയുക. ഇത് ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന പൈശാചിക പ്രസ്ഥാനമാണ് ഫ്രീമേസറി. ചില ഇലുമിനാറ്റി ഗ്രൂപ്പുകൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധ അമ്മ 16-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു ഫ്രീമേസറി ശക്തി പ്രാപിക്കും. ഈ സന്ദേശം മദർ മരിയാനയ്ക്ക് നൽകുന്ന സമയത്ത് ഫ്രീമേസറി എന്താണെന്ന് ലോകത്തിന് അജ്ഞാതമായിരുന്ന കാരണം 1717 ഫ്രീമേസറിയുടെ ആദ്യത്തെ ലോഡ്ജ് ലണ്ടനിൽ സ്ഥാപിതമാകുന്നത്. 1717 ആദ്യമായി ലോകത്തിൽ ഫ്രീമേസറി എന്ന് പറയുന്ന പൈശാചിക പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ആ പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിനേക്കാളും 100 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അമ്മ മാതാവ് മദർ മരിയാനയ്ക്ക് പറഞ്ഞു കൊടുത്തു, ഫ്രീമേസറി എന്ന ആ പൈശാചിക പ്രസ്ഥാനം വളരെയധികം ശക്തി പ്രാപിക്കും. ഓ, സ്തുതിക്കുന്ന ആവേ മരിയ, ശക്തിയോടെ പറഞ്ഞ ആവേ മരിയ. എത്ര കൃത്യമാണ് പരിശുദ്ധ അമ്മ മാതാവിനോട് നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങളെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം. തുടർന്ന് ആ സന്ദേശങ്ങൾ ഉള്ളടക്കം എന്താണ്? കമ്മ്യൂണിസം കണ്ടു. ഫ്രീമേസറിയിലൂടെ സാത്താൻ സഭയിൽ ഭരണം നടത്തും. കുട്ടികളിൽ സ്വാഭാവിക നിഷ്കളങ്കത നഷ്ടമാകും. സ്ത്രീകൾക്ക് അവരുടെ ശാലീനത കുറഞ്ഞു പോകും. സഭയുടെ കൈവെപ്പില്ലാത്ത വിവാഹ ബന്ധങ്ങളിലൂടെ ദൈവാഭിമുഖ്യമില്ലാത്ത മക്കൾ ജനിക്കും. തൽഫലമായി ദൈവവിളികൾ നന്നെ കുറഞ്ഞു പോകും. വീണ്ടും നമുക്ക് കാണുവാൻ പറ്റും ആൺ പെൺ വ്യത്യാസമില്ലാത്ത വേഷവിധാനങ്ങൾ, പച്ചകുത്തലുകൾ, ഹെയർ സ്റ്റൈലുകൾ, രൗദ്രഭാവത്തിലുള്ള സംഗീത ആലാപനങ്ങൾ എന്നിവ നിലവിൽ വരും. എൻ്റെ സഹോദരങ്ങളെ, 16-ാം നൂറ്റാണ്ടിൽ ഈ പ്രവചന സന്ദേശങ്ങളൊന്നും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അന്ന് ഇതൊന്നും അധികം കാണുന്നില്ല. എന്നാൽ നമുക്കിന്ന് കാണാൻ പറ്റും. ടാറ്റു, പച്ചകുത്തലുകൾ, വിവിധങ്ങളായ ഹെയർ സ്റ്റൈലുകൾ. എൻ്റെ സഹോദരൻ, എന്തൊക്കെ വിധത്തിലുള്ള ഹെയർ സ്റ്റൈലുകളാണ്! നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആലയമായി ശരീരത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ടാറ്റുകൾ, പച്ചകുത്തലുകൾ, അതും പല വിധത്തിൽ ദൈവത്തെ ദുഷിക്കുന്ന, ദൈവത്തെ പരസ്യമായി കർത്താവിനെ അവഹേളിക്കുന്ന വിധത്തിലുള്ള ചില ചിത്രങ്ങൾ, അതെല്ലാം അങ്ങനെയുള്ള പച്ചകുത്തലുകളൊക്കെ ശരീരം മുഴുവൻ നിറച്ചു വെച്ചിരിക്കുക. തലയോട്ടി, എന്തൊക്കെയാണ് സഹോദരങ്ങളെ! ഇതെല്ലാം 16-ാം നൂറ്റാണ്ടിൽ അമ്മ പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ആ സന്ദേശങ്ങൾ അവസാന ഭാഗത്തോട്ട് വരുമ്പോൾ പുരോഹിതന്മാർ അവരുടെ കടമകളിൽ ശ്രദ്ധയില്ലാത്തവരാകും. പലരും സമ്പത്തും പ്രൗഢിയുമായിരിക്കും അവരുടെ ആകർഷണങ്ങൾ. ഇതുമൂലം അനേകം വിശ്വാസികൾ നാശത്തിൽ നിബന്ധിക്കുമെന്ന് പരിശുദ്ധ അമ്മ മാതാവ് വളരെ സങ്കടത്തോടെ മദർ മരിയാനയോട് പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ഈ അവസ്ഥ വിശേഷം ശിക്ഷകൾക്ക് കാരണമാകും.
പകർച്ചവ്യാധികൾ, ക്ഷാമം, ആഭ്യന്തര യുദ്ധങ്ങൾ, രാജ്യാന്തര യുദ്ധങ്ങൾ, വിശ്വാസത്യാഗം എന്നിവ സംഭവിക്കും. സാത്താൻ വിജയം വരിച്ചു എന്ന് അഹങ്കരിക്കുന്ന ആ സമയം ഞാൻ അവനെ അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ വീഴിക്കും. എൻ്റെ സഹോദരങ്ങളെ, അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് പരിശുദ്ധ അമ്മ മാതാവ് 16-ാം നൂറ്റാണ്ടിൽ ഇക്വഡോറിലായിരുന്ന മദർ മരിയാനയ്ക്ക് നൽകിയ പ്രവചന സന്ദേശങ്ങളുടെ ഉള്ളടക്കമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ ഈ കാലഘട്ടവുമായി എന്തുമാത്രം ബന്ധപ്പെട്ടാണ് ഈ സന്ദേശങ്ങളെല്ലാം നിലകൊള്ളുന്നത്? നമുക്കതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിലൊന്ന് വരാം. പരിശുദ്ധ അമ്മ മാതാവ് മദർ മരിയാനയ്ക്ക് കൊടുത്ത ആ പ്രവചന സന്ദേശങ്ങളുടെ ഉള്ളടക്കത്തിൽ പ്രധാനമായി നമ്മൾ ഒന്നാമതായി കാണുന്നത് എന്താണ്? ഒന്നാമത് നമുക്ക് 5 അർത്ഥങ്ങളിൽ ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള അർത്ഥം ഇത് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തതാണ്. ആ ദേവാലയത്തിലുള്ള കെടാവിളക്ക് അണഞ്ഞു പോയപ്പോൾ അതിന് 5 ആത്മീയമായ അർത്ഥങ്ങൾ അമ്മ പറഞ്ഞു കൊടുത്തു. അതിലൊന്നാമത്തെ അർത്ഥം എന്താണ്? 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ പുതിയ ആശയങ്ങൾ സഭയിൽ മുളച്ചു പൊന്തും. ധാർമ്മിക അപചയം മൂലം വിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയങ്ങളിൽ കെട്ടുപോകും. സത്യവിശ്വാസത്തിന് വിരുദ്ധമായ ചില അബദ്ധ പ്രബോധനങ്ങൾ, അബദ്ധ സിദ്ധാന്തങ്ങൾ സഭയിൽ മുളച്ചു പൊന്തും. നമുക്കിന്ന് കാണാം സെക്കുലറിസം, റിലേറ്റിവിസം, ഹ്യൂമാനിസം, ലിബറലിസം, ഇങ്ങനെ പല പല ഇസങ്ങളിലൂടെ പലപ്പോഴും സഭയുടെ ആ സത്യപ്രബോധനങ്ങൾക്ക്, വിശ്വാസ സത്യങ്ങൾക്ക് പലപ്പോഴും മങ്ങലേൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. പലപ്പോഴും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇതുമൂലം അമ്മ പറഞ്ഞു, അനേകം ഹൃദയങ്ങളിൽ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം കെട്ടുപോകും. ആവേ മരിയ എന്ന് പറഞ്ഞാൽ ഉഗ്രമായ വിശ്വാസത്യാഗമുണ്ടാകും. ഇന്ന് കേരള കത്തോലിക്ക സഭ നേരിടുന്ന, കേരള കത്തോലിക്ക സഭ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് സാർവത്രിക സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസത്യാഗമാണ്. അനേകരിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു. വിശ്വാസത്തോടുള്ള നിസ്സംഗത, വിശ്വാസത്തോടുള്ള നിഷ്ക്രിയത്വം മറ്റേത് കാലഘട്ടത്തിൽക്കുപരി ഈ നാളുകളിൽ നിന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. 400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ പറഞ്ഞു, അനേകം ആത്മാക്കളിൽ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം കെട്ടുപോകും. ഇന്ന് ആക്ഷരികമായി സംഭവിച്ചു കൊണ്ടിരിക്കുക. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ച വചനം, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് ഇപ്രകാരം സഭയോട് പറഞ്ഞു, ഇന്ന് തിരുസഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസികളിലുള്ള വിശ്വാസത്യാഗമാണ്, വിശ്വാസമില്ലായ്മയാണ്. ഇന്ന് സഭയുടെ വലിയൊരു പ്രതിസന്ധിയാണ് പ്രിയപ്പെട്ടവരെ ഇത്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ലോകസുഖങ്ങൾക്ക് വേണ്ടി, നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ സെക്യുലറിസവും റിലേറ്റിവിസവും ഹ്യൂമാനിസവും ഇതുപോലെ പിശാച് രൂപം കൊടുത്തിരിക്കുന്ന പല ഫിലോസഫികളിലും തത്വചിന്തകളിലും ആകർഷകരായി പല ആത്മാക്കളിലും സത്യവിശ്വാസത്തിന് വെളിച്ചം കെട്ടുപോകുമെന്ന് വ്യക്തമായി ആത്മ വെളിപ്പെടുത്തുകയാണ്. ആവേ മരിയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലനായ പൗലോസിലൂടെ ഈ സത്യം സഭയെ ആത്മാവ് അറിയിക്കുന്നുണ്ട്. പൗലോസ് എഴുതിയ തിമോത്തിയോസ് എഴുതിയ 1-ാമത്തെ ലേഖനം, 1 Timothy chapter 4 verse 1, 4:1 എന്താ പറയുന്നത്? വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. വരും കാലങ്ങളിൽ
ശ്രദ്ധിച്ച വചനം, വരും കാലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ കാലഘട്ടമാണ്. സഭാ ചരിത്രത്തിൽ എല്ലാ നാളുകളിലും ഇതുപോലെ വിശ്വാസത്യാഗം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും വിശ്വാസരാഹിത്യം പ്രബലപ്പെട്ട മറ്റൊരു കാലം സഭാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ. എന്തുമാത്രം കുഞ്ഞുങ്ങളിൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക യുവജനങ്ങള് വിശ്വാസമില്ലാത്തവരായി, പലരും എത്തിസ്റ്റുകളായി, ഫ്രീ തിങ്കേഴ്സായി, പലരും ദൈവ നിഷേധികളായി നമ്മുടെ അനേക യുവമക്കൾ മാറിക്കഴിഞ്ഞു സഹോദരങ്ങളെ. അനേകം ടീനേജേഴ്സ് വിശ്വാസമില്ലാതെ ജീവിക്കുന്നു. അവർക്ക് ഫ്രീഡം വേണം, അവർക്ക് സന്തോഷിക്കണം, എൻജോയ് ചെയ്യണം, ജീവിതം അങ്ങ് ആസ്വദിക്കണം. അവിടെ വിശ്വാസവും കർത്താവിൻ്റെ വചനമൊക്കെ വലിയ തടസ്സമാണെന്ന് മനസ്സിലാക്കി അവരതൊക്കെ ബോധപൂർവ്വം അങ്ങ് അവഗണിച്ച് കളയുകയാണ്. പരിശുദ്ധ വചനം പറയുക, അനേകർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. ആവേ മരിയ, ആവേ മരിയ, പറഞ്ഞ ആവേ മരിയ, ആവേ മരിയ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി ശിലുക്കാട് സുവിശേഷം 17:5 ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, വിശ്വാസത്യാഗമാണ്. 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മ മാതാവ് മദർ മരിയാനിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് വിശ്വാസത്യാഗമാണ്. തുടർന്ന് അമ്മ പറഞ്ഞു, വിശ്വാസ സത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പലപ്പോഴും സഭയുടെ പ്രധാനപ്പെട്ട സഭാ നേതൃത്വത്തിന് പോലും പലപ്പോഴും അറിയാതൊരു നിസ്സംഗതയിലായി പോകും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തീക്ഷ്ണതയോടെ കണ്ണുനീരോടെ കർത്താവിൻ്റെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സത്യവിശ്വാസ സഭയിൽ കത്തിപ്പടരുവാനായി, സഭയുടെ സത്യപ്രബോധനങ്ങളിൽ അടിയുറച്ചുകൊണ്ട് സഭാമക്കൾ ജീവിക്കുവാനായി നമ്മൾ സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ ആ സന്ദേശം, ആ ദേവാലയത്തിലെ ആ കിടാവിളക്ക് അണഞ്ഞു പോയതിൻ്റെ രണ്ടാമത്തെ ആത്മീയ അർത്ഥം പറഞ്ഞു കൊടുത്തത്, സന്യാസ സമൂഹങ്ങൾ ഉപേക്ഷിക്കപ്പെടും. അവ അഗാധമായി വെറുപ്പും ദുരിതങ്ങളും ഏറ്റുവാങ്ങി പലതും വിസ്മൃതമാകും. വിവേകത്തോടെയും ജ്ഞാനത്തോടെയും സന്യാസ രൂപീകരണം നൽകാത്തതിനാൽ നിരവധി ദൈവവിളികൾ നഷ്ടപ്പെട്ടു പോകും. സന്യാസ പരിശീലകർ ആത്മാക്കളെ വിവേചിച്ചറിയുവാൻ കഴിവുള്ളവരും പ്രാർത്ഥനയുടെ മനുഷ്യരുമാകണം. എൻ്റെ സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികളെ കുറിച്ച് വളരെ വേദനയോട് അമ്മ മാതാവ് അറിയിക്കുകയാണ് മദർ മരിയാനയോട്. നമ്മളിത് കാണുന്നു. എത്രയോ സന്യാസ ഭവനങ്ങൾ അടച്ചു പൂട്ടുന്നു, ദൈവവിളികൾ ലഭിക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ആക്ഷരികമായി ഈ പ്രവചന സന്ദേശങ്ങൾ നിറവേറപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. എത്രയോ സന്യാസ ഭവനങ്ങൾ അടച്ചു പൂട്ടിപ്പോകുന്നു. ആ ഭവനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ആരും തന്നെ ഇല്ല. ഉള്ള സിസ്റ്റേഴ്സൊക്കെ മൃതപ്രായരായി വളരെ പ്രായാധിക്യമുള്ളവരാകുന്നു. പുതിയ ദൈവവിളികൾ ലഭിക്കുന്നില്ല. ഇന്ന് ഒരുപാട് സന്യാസ ഭവനങ്ങൾ ഈ ഒരു പ്രതിസന്ധിയിലാണ് സഹോദരങ്ങളെ. പക്ഷെ നമ്മൾ അസ്വസ്ഥരാകരുത്. നമ്മൾ ആത്മാവിൻ്റെ പദ്ധതിയോട് സഹകരിച്ച് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും തയ്യാറാണെങ്കിൽ നമ്മുടെ സന്യാസ ഭവനങ്ങൾക്ക് വേണ്ട സമൃദ്ധമായ ദൈവവിളികൾ കർത്താവ് പ്രദാനം ചെയ്യും. ആവേ മരിയ, പറഞ്ഞ ആവേ മരിയ. നമുക്ക് ആർക്കതിൽ സംശയം വേണ്ട. നമ്മുടെ കർത്താവ് പറഞ്ഞു, ശിലുക്കാട് സുവിശേഷം 10-ാം അധ്യായം 2-ാം വചനത്തിൽ എന്താണ് ഈശോ പഠിപ്പിച്ചത്? അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാരം ചെയ്ത് പരിത്യാഗമനുഷ്ഠിച്ച് ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അസാധാരണമായ വിധത്തിൽ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഒരു സംശയം നമുക്ക് വേണ്ട. അപ്പോസ്തല പ്രവർത്തനം 2:47 പറയുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ്.
രക്ഷ പ്രാപിക്കുന്നവരെ ദിനം പ്രതി കർത്താവ് അവരുടെ ഗണത്തിൽ ചേർത്തുകൊണ്ടിരുന്നു. ചേർത്ത് പറഞ്ഞേ, കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. അല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞേ, കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. അവരുടെ കൂട്ടത്തിലേക്ക്, ആ സഭയിലേക്ക് ദിനം പ്രതി രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ തൻ്റെ ഭവനങ്ങൾക്ക്, തൻ്റെ സന്യാസ ഭവനങ്ങൾക്ക് സമൃദ്ധമായ ദൈവവിളികൾ ഇന്നും നൽകാൻ കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രവചന സന്ദേശങ്ങൾ എന്തിനാണ് ഈ സമയത്ത് നമ്മൾ ധ്യാനിക്കുന്നത്? ഈ കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്വർഗത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കുവാനും അതിനുവേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനുമാണ് ഈ സന്ദേശങ്ങൾ വീണ്ടും ആത്മാവ് നമ്മളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികൾ ഇന്ന് സഭയുടെ വലിയൊരു പ്രതിസന്ധിയാണ്. സ്വർഗം നമ്മെ അറിയിക്കുകയാണ്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സന്യാസ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ ആത്മീയ അർത്ഥമായി എന്താണ് അമ്മ പറഞ്ഞു കൊടുത്തത്? ആ കാലഘട്ടത്തിൽ അശുദ്ധിയുടെ അരൂപി കൊണ്ട് അന്തരീക്ഷം നിറയും, തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലും മ്ലേച്ഛതയുടെ പെരുവെള്ളപ്പാച്ചിലുണ്ടാകും. ശ്രദ്ധിക്കണമേ, നിയന്ത്രണങ്ങളും സദാചാര ബോധവും നഷ്ടപ്പെടുന്നതിനാൽ വിശുദ്ധമായ ആത്മാക്കളുടെ എണ്ണം പരിമിതമാകും. ഒരു പ്രളയം പോലെ അശുദ്ധിയുടെ ആത്മാവ്, അശുദ്ധിയുടെ അരൂപി എല്ലാ ഇടങ്ങളിലും നിറയപ്പെടുമെന്ന് പരിശുദ്ധ അമ്മ മാതാവ് പ്രവചന സന്ദേശമായി നൽകുകയാണ്. നമുക്കിത് എന്താ ലോകത്തിൽ കാണാൻ കഴിയുന്നത്? ഇന്ന് ഈ ലോകത്തെ നയിക്കുന്നത് വ്യഭിചാരത്തിൻ്റെ ദുർഭൂതമാണ്. വ്യഭിചാര ദുർഭൂതം, വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങൾ, ശരീരത്തിന് നൈമിഷികമായ സുഖത്തിന് വേണ്ടി ഏത് പാപമ്ലേച്ഛതയും ഏത് അശുദ്ധ പാപത്തിലും ആവേശത്തോടെ മുഴുകുവാൻ മടിയില്ലാത്തൊരു കാലത്തിലേക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുക സഹോദരങ്ങളെ. വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഒരു 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 പഴഞ്ചൊല്ല് പോലെ, അല്ലെങ്കിൽ ഒരു പഴഞ്ചൻ ആശയമായി ഇന്ന് അനേകർ ചിന്തിക്കുന്നൊരു സമയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അശുദ്ധിയുടെ അരൂപി പ്രളയം പോലെ അത് പൊതുസ്ഥലങ്ങളിലും ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ശക്തമായി വ്യാപരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. 400 വർഷങ്ങൾക്ക് മുൻപാണ് പരിശുദ്ധ അമ്മ മാതാവ് ഈ സന്ദേശം നൽകുന്നത്. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രവചന സന്ദേശങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ എത്ര കൃത്യതയോടെയാണ്, വ്യക്തതയോടെയാണ് സ്വർഗം ഈ സന്ദേശങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ആവേ മരിയ, ആവേ മരിയ. ഹോസിയ പ്രവചനം 4-ാം അധ്യായം അവിടെ 12-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, തടി കഷ്ണത്തോട് എന്റെ ജനം ഓരോ സംഗതി ആരായുന്നു, അവരുടെ ദണ്ഡ് അവർക്ക് പ്രവചനമരുളുന്നു. വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. വേദനയോടെ കർത്താവ് പറയുകയാണ്, വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. ഇന്ന് എത്ര കുടുംബങ്ങളെയാണ് ഈ ദുർഭൂതം വഴിതെറ്റിച്ചത്? എത്രയോ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞു. എത്രയോ ജീവിതങ്ങൾ ഇത് മലിനപ്പെടുത്തി. എത്രയോ ആത്മാക്കളെ ഈ ദുർഭൂതം നിത്യനാശത്തിലേക്ക് എത്തിച്ചു. എത്രയോ കൂട്ടായ്മകളെ ഈ ദുർഭൂതം മലിനപ്പെടുത്തി. വ്യഭിചാര ദുർഭൂതം അവരെ വഴിതെറ്റിച്ചു. പരസംഗത്തിന് വേണ്ടി, അവിഹിതവേക്ഷയ്ക്ക് വേണ്ടി, ശരീരത്തിന് നൈമിഷികമായ സുഖത്തിന് വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. എന്തുകൊണ്ട് അമ്മ രക്തക്കണ്ണീരൊഴുക്കി അമ്മ കരയുന്നത്? ഈ അശുദ്ധിയുടെ അരൂപി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ശക്തിയോടെ പ്രവർത്തിക്കുക. അനേക യുവജനങ്ങളിൽ, ദമ്പതികളിൽ, എന്തിനെ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളിൽ പോലും ഈ അശുദ്ധിയുടെ അരൂപി ഇന്ന് വളരെയധികം പ്രബലപ്പെട്ട് കഴിഞ്ഞുവെന്ന് പരിശുദ്ധ അമ്മ മാതാ വേദനയോട് നമ്മൾ അറിയിക്കുകയാണ്. ഹോസിയ പ്രവചനം 5:4 നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്താ കർത്താവ് പറയുന്നത്? ഹോസിയ പ്രവചനം 5:4, തങ്ങളുടെ ദൈവത്തിനടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. ആയതിനാൽ അവർ കർത്താവിനെ
അറിയുന്നില്ല. ഈ വ്യഭിചാര ദുർഭൂതം ഇന്ന് അസംഖ്യം ആത്മാക്കളെ പിടികൂടിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, വിവാഹേതര ബന്ധങ്ങള് എന്തുമാത്രം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു. വിവാഹത്തിന്റെ പരിമാനം നഷ്ടപ്പെട്ടു പോകുന്നു. കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ അവിശ്വസ്തരുടെ എണ്ണം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇതിന് കാരണം? ഈ വ്യഭിചാര ദുർഭൂതത്തിന്റെ ആധിപത്യമാണ് സഹോദരങ്ങളെ. പൗലോസിലെ സഭയോട് പറയുന്നുണ്ട്, എഫെസസ്കാർക്ക് ഇത് ലേഖനം, അവിടെ 4-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ, അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും അവർ ആവേശത്തോടെ മുഴുകി. എല്ലാത്തരം അശുദ്ധികളിലും അവർ ആവേശത്തോടെ മുഴുകി. ഇതല്ലേ 400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അമ്മ മാതാവ് മദർ മരിയാനയോട് പറഞ്ഞു കൊടുത്തത്? 20-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിൽ, 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭ സമയങ്ങളിൽ അശുദ്ധിയുടെ ദുർഭൂതം ഒരു പ്രളയം പോലെ ലോകത്തിന് എല്ലാ ഇടങ്ങളിലും ശക്തിയോടെ വ്യാപരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവരുടെ നേരെ കേസിടുന്നൊരു കാലഘട്ടമായി. എന്താ മകനെ നീ ഇങ്ങനെ ജീവിക്കുന്നത്? എന്താ മകളെ നീ ഇതുപോലെ ആകുന്നത് എന്ന് സ്നേഹത്തോടെ ചോദിച്ചാൽ അവർ പറയും, മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എൻ്റെ ജീവിതം എൻ്റെ ചോയ്സാണ്, താൻ ആരാ അത് ചോദിക്കാൻ, താൻ എന്തിനാ എന്നെ ഉപദേശിക്കണേ എന്നും പറഞ്ഞ് നമുക്കെതിരെ കേസ് കൊടുക്കുന്നു. അത് ചോദിച്ചവർക്ക് കേസ് കൊടുക്കുന്നൊരു കാലം. എൻ്റെ സഹോദരങ്ങൾ, അതുപോലെ ദുഷിച്ചൊരു സമയത്തിലാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. ഒരു 5-10 കൊല്ലം മുൻപ് നമുക്കിങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും സഹോദരങ്ങളെ. എന്തുമാത്രം ഇന്ന് ഇതുപോലെയുള്ള ഈ പാപം മ്ലേച്ഛത പെരുകിക്കഴിഞ്ഞു. 4-മത് അമ്മ പറഞ്ഞു കൊടുത്ത ആത്മീയ അർത്ഥം, 4-മത്തെ അർത്ഥം, സമൂഹത്തിന് എല്ലാ തലങ്ങളിലും ദുഷ്ടശക്തികൾ നുഴഞ്ഞു കയറി കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും നശിപ്പിക്കും. ശ്രദ്ധിക്കണമേ, കുടുംബങ്ങളുടെ തകർച്ച. നമ്മൾ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഒത്തിരി കുടുംബങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. പരിത്യാഗമെടുത്ത് കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ പിശാചിന്റെ ആക്രമണങ്ങളിൽ നിന്ന്, സാത്താന്റെ തിരിച്ചടികളിൽ നിന്ന് കുടുംബ ബന്ധങ്ങൾ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടുവാൻ തീഷ്ണതയോടെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് സഹോദരങ്ങളെ. മറ്റെന്തിനേക്കാൾ ഉപരി പിശാച് കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളിലൂടെ വലിയ പ്രവർത്തികൾ ചെയ്യാൻ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികൾ കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ഈ ദൈവിക പദ്ധതിയെ തകിടം മറിക്കുവാൻ ഇന്ന് പിശാച് കുടുംബങ്ങളെ കലക്കിക്കൊണ്ടിരിക്കുന്നു, കുടുംബ ബന്ധങ്ങളെ താറുമാറാക്കുന്നു, വിവാഹമോചനങ്ങൾ വർദ്ധിപ്പിക്കുന്നു, നിസ്സാര കാര്യങ്ങളെ പ്രതി കുടുംബങ്ങളെ നശിപ്പിക്കുന്നു, ബന്ധങ്ങളെ ശിഥിലീകരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പറഞ്ഞു, ഈ കാലഘട്ടം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി കുടുംബങ്ങളുടെയും ബന്ധങ്ങളുടെയും തകർച്ചയായിരിക്കും. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. എത്ര കൃത്യമാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന പ്രവചന സന്ദേശം. ഇന്നലെയും വെളിപ്പെട്ടതല്ല, 400 വർഷങ്ങൾക്ക് മുമ്പ്. ശ്രദ്ധിക്കണമേ, 400 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകപ്പെട്ടത്. നമ്മളിന്ന് അത് ലൈവായി കാണുകയാണ്, കേൾക്കുകയാണ്. ഒത്തിരി വേദനയുണ്ട് സഹോദരങ്ങളെ. ഈ സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരുപാട് പ്രയാസമുണ്ട്. എത്ര കുടുംബങ്ങൾ ഇന്ന് നശിക്കുന്നു. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഒന്ന് ചെറുതാകാൻ പറ്റുന്നില്ല, പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ വീട് എൻ്റെ വീട്, നിന്റെ അപ്പൻ എൻ്റെ അപ്പൻ, നിന്റെ ജോലി എൻ്റെ ജോലി, നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി. പിരിയുകയാണ്, തകരുകയാണ് സഹോദരങ്ങളെ. ഇന്ന് അമ്മ ഒരുപാട് വേദനിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത്. അപ്പോസ്തലപ്രവർത്തനം 3-ാം അധ്യായം 25-ാം വചനത്തിൽ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ആത്മാവിൻ്റെ പദ്ധതി പറയുന്നു. നമുക്ക് പെട്ടെന്ന് വചനം ശ്രദ്ധിക്കാം. നിങ്ങൾ പ്രവാചകന്മാരുടെയും
നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രഹാമിനോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ഭൂമിയിലെ സകല കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹിക്കപ്പെടും. ഓരോ കുടുംബത്തെ കുറിച്ചുള്ള ആത്മാവിന്റെ പദ്ധതി ഇതാണ്. ഓരോ കുടുംബവും മറ്റു കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. നമ്മുടെ കുടുംബത്തിലൂടെ അനേകം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ കുടുംബത്തിലൂടെ അനേകം കുടുംബങ്ങൾ കർത്താവായ യേശുവിന്റെ നിത്യരക്ഷ അനുഭവിക്കാൻ ഇടവരണം. ഓരോ കുടുംബത്തെയും കുറിച്ചുള്ള സ്വർഗത്തിന്റെ പദ്ധതിയാണിത്. ആവേ മരിയ, ആവേ മരിയ. ഈ ദൈവിക പദ്ധതിയെ തകിടം മറിക്കുവാനാണ് ഇന്ന് പിശാച് കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ളവർ സഭയിൽ എഴുന്നേൽക്കണം. കുടുംബങ്ങൾക്ക് വേണ്ടി ശക്തമായ മിനിസ്ട്രികൾ ചെയ്യണം. കുടുംബങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കുടുംബങ്ങളുടെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കണം. സഹനങ്ങൾ കൃപകളായി സ്വീകരിക്കണം. അതിന് പ്രതിബദ്ധതയുള്ളവരെയാണ് ഈ കാലഘട്ടത്തിൽ ആത്മാവ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാനമായി അഞ്ചാമതായി അമ്മ പറഞ്ഞു കൊടുത്ത ആത്മീയ അർത്ഥം ഇതാണ്. തിന്മ എല്ലായിടത്തും മുന്നേറുമ്പോഴും സഭ ഞെരുക്കപ്പെടുമ്പോഴും ശക്തരും സമ്പന്നരുമായ മനുഷ്യർ നിസ്സംഗതയോടെ ജീവിക്കും. വിശ്വാസം വീണ്ടെടുക്കുവാനോ സഭയെ പണിതുയർത്തുവാനോ അവർ തങ്ങളുടെ സ്വാധീനവും സമ്പത്തും ഉപയോഗിക്കില്ല. അങ്ങനെ ജനങ്ങൾ ദൈവിക കാര്യങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാതെയാകും. എല്ലാ തരത്തിലുമുള്ള ആസക്തികളിലും തിന്മയിലും അവർ മുഴുകിപ്പോകും. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവ് 400 വർഷങ്ങൾക്ക് മുൻപ് മദർ മരിയാനയ്ക്ക് നൽകിയ ഈ പ്രവചന സന്ദേശത്തിന് ഈ നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് നമ്മുടെ സഭയിൽ ആത്മീയമായും ഭൗതികമായും കർത്താവ് അനുഗ്രഹിച്ച, സാമ്പത്തികമായും ഭൗതിക തലങ്ങളിലും നല്ലതുപോലെ അനുഗ്രഹിച്ച അനേകം വ്യക്തികൾ ഇന്ന് സഭയിലുണ്ട്. തങ്ങളുടെ സ്വാധീനവും സമ്പത്തും കഴിവുകളും ഉപയോഗിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസം പുനരുദ്ധരിക്കുവാനും സഭയെ ശക്തിപ്പെടുത്തുവാനും അവർ തങ്ങളുടെ സമ്പത്തും സ്വാധീനവും ഉപയോഗിക്കുന്നില്ല എന്ന് വളരെ വേദനയോടെ പരിശുദ്ധ അമ്മ മാതാ നമ്മൾ അറിയിക്കുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരൻ, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പല വിധത്തിലും ദൈവം നമ്മൾ അനുഗ്രഹിച്ചവരാ. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ ദൈവം നമ്മൾ അനുഗ്രഹിച്ചുയർത്തി. എന്താ ദൈവം നമുക്ക് തരാത്തതായിട്ടുള്ളത്? നമ്മൾ ചിന്തിച്ചതിനും ഉപരിയായി ദൈവം എല്ലാം തന്നില്ലേ? നമ്മൾ ചോദിച്ചതിനേക്കാൾ എത്രയോ അധികമായി ദൈവം എല്ലാം കൂട്ടിച്ചേർത്തു. ഇത് കർത്താവിൻ്റെ സ്നേഹമല്ലേ? എൻ്റെ സഹോദരങ്ങളെ, ഇത് കർത്താവിന് നമ്മോടുള്ള വിശ്വസ്തതയുടെ അടയാളമല്ലേ? ഈ സമ്പത്തും ഈ സ്വാധീനവും നമ്മൾ ഇന്ന് കാണുന്ന ഈ അവസരങ്ങളെല്ലാം എന്തിനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാനാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, നമ്മുടെ വിശ്വാസത്തെ വളർത്തുവാനാണ്. എല്ലാവർക്കും സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വിശ്വാസത്തെ, സഭയെ ശാക്തീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും വിവിധങ്ങളായ ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത്, ചിലപ്പോൾ ഗാന ശുശ്രൂഷയോ പ്രൈസ് ആൻഡ് വർഷിപ്പോ അല്ലെങ്കിൽ ശുശ്രൂഷകളിലുള്ള കോർഡിനേഷനോ, ഇങ്ങനെ വിവിധങ്ങളായ ദൈവരാജ്യത്തിൻ്റെ മിനിസ്ട്രികൾ ചെയ്ത് വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും സഭയെ നവീകരിക്കുവാനും സുവിശേഷവൽക്കരണത്തെ കൂടുതൽ വിസ്തൃതമാക്കുവാനും കഴിഞ്ഞു എന്ന് വരില്ല. കാരണം ഓരോ വ്യക്തിക്കും ഓരോ കാരിസമാണ് കർത്താവ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വാധീനമുള്ളവരെ, സാമ്പത്തികമായി ദൈവം അനുഗ്രഹിച്ചവരെ എന്ന് പറഞ്ഞാൽ, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നൊന്ന് വേണ്ട കാര്യങ്ങൾ വലിയ കുഴപ്പങ്ങളില്ലാതെ നമുക്കത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ ദൈവാനുഗ്രഹമാണ്, സംശയിക്കേണ്ട.
എൻ്റെ സഹോദരങ്ങൾ, അതിൽ കവിഞ്ഞ പലതും, സമ്പത്താകട്ടെ, നമ്മുടെ സ്വാധീനങ്ങളാകട്ടെ, സാധ്യതകളാകട്ടെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളത് കർത്താവിനായി സമർപ്പിക്കണം. പണമില്ലാത്തത് കൊണ്ട് സുവിശേഷ വേലകൾ തളർന്നു പോകരുത്. ശ്രദ്ധിക്കണം. നമ്മൾ സമ്പത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മുടെ വിശ്വാസ പരിശീലനങ്ങൾ, നമ്മുടെ വിശ്വാസ കൈമാറ്റ ശുശ്രൂഷകൾ അത് ദുർബലമാകുവാൻ നമ്മൾ അനുവദിക്കരുത്. പരിശുദ്ധ അമ്മ മാതാവ് ഇക്കഡോറിൽ മദർ മരിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞ വാക്കൈത്: പണവും സ്വാധീനമുള്ള പലരും അവിടെ സമ്പത്തും സ്വാധീനം ഉപയോഗിച്ച് വിശ്വാസത്തെ വളർത്തുവാനോ സഭയെ ശക്തിപ്പെടുത്തുവാനോ തയ്യാറാകുകയില്ല. ഇതിലൂടെ അനേകം ആത്മാക്കൾ നിത്യനാശത്തിൽ നിബന്ധിക്കുമെന്ന്. നമ്മളൊന്ന് സ്നേഹത്തോടെ കൊടുത്തു നോക്ക്. കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും നൽകുന്നത് അധികപ്പറ്റല്ല സഹോദരങ്ങളെ. പണമുള്ളവർ പണം കൊണ്ട് ശുശ്രൂഷിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. നമ്മൾ എത്രയോ വിവാഹങ്ങൾക്ക് വേണ്ടി, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വരുമ്പോൾ, ഒരു ഹോളി കമ്മ്യൂണിയുടെ ആദ്യ കുർബാന വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇന്ന് ആയിരങ്ങളല്ല, പതിനായിരങ്ങളാണ്, എന്തിന് ചില ലക്ഷങ്ങളാണ് അതിനു വേണ്ടി പൊടിക്കുന്നത്. നമുക്ക് ആഘോഷങ്ങൾ, ആർഭാടങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ വേണം നമുക്ക്. എന്നാൽ സഹോദരങ്ങളെ, ദൈവം ഈ സമ്പത്ത് തന്നിരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടിയാണ്, നശിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. ഈ സമ്പത്തിലൂടെ നമ്മുടെ വിശ്വാസം അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവാഞ്ചലൈസേഷനെ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ ധാരാളം ഇതുപോലെ ശുശ്രൂഷകൾക്കായിട്ട് നൽകണം. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് സഹോദരങ്ങളെ ഞാൻ പറയുന്നതല്ല, സ്വർഗം നൽകുന്ന പ്രവചനങ്ങളാ. നിങ്ങൾ ആ സന്ദേശം ഒരിക്കൽ കൂടെ വായിച്ചേ. തിന്മ എല്ലായിടത്തും മുന്നേറുമ്പോഴും, സഭ ഞെരുക്കപ്പെടുമ്പോഴും ശക്തരും സമ്പന്നരുമായ മനുഷ്യർ നിസ്സംഗതയോടെ ജീവിക്കും. അവർ തങ്ങളുടെ സമ്പത്തും സ്വാധീനവും വിശ്വാസം വീണ്ടെടുക്കുവാനോ സഭയെ പണിതുയർത്തുവാനോ അവർ തങ്ങളുടെ സമ്പത്ത് ഉപയോഗിക്കില്ല. ജനങ്ങൾ ദൈവിക കാര്യങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കാതെയാകും. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? എല്ലാ തരത്തിലുള്ള ആസക്തികളിലും തിന്മയിലും അവർ മുഴുകിപ്പോകും. അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവ് നൽകുന്ന ഈ സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വാധീനവും നമ്മുടെ സമ്പത്തും നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക. നമ്മൾ മറ്റു പല മതസ്ഥരെ കണ്ടുപിടിക്കണം. അവരവരുടെ വിശ്വാസം വളർത്തുവാൻ അവരുടെ സമ്പത്തും കഴിവും, ഞാൻ വളരെ പോസിറ്റീവായി പറയും, എന്തുമാത്രം അവർ ആ വിശ്വാസം വളർത്തുവാൻ ഉപയോഗിക്കുന്നു. നമ്മളിത് പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മുടെ വിശ്വാസം വളർത്തുവാൻ, സഭയെ ശക്തിപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മൾക്കറിയാം, ഈ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് സഭകളൊക്കെ അവരും ക്രൈസ്തവ സമൂഹങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, പലപ്പോഴും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ കാര്യക്ഷമമായി പലപ്പോഴും അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വേണ്ട സമ്പത്തും സഹായങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സഭയിലും പരിശുദ്ധ കത്തോലിക്ക സഭയിലും ഒത്തിരി മക്കള് ഇത് ആ സുവിശേഷ ദർശനത്തിന് വളരുന്നുണ്ട്. പക്ഷെ പോരാ, ഇനി എത്രയോ ആയിരങ്ങൾ ദൈവം ബ്ലെസ് ചെയ്തിരിക്കുക, സാമ്പത്തികമായും ഭൗതികമായും. അവരൊക്കെ ഒന്ന് ഹൃദയം തുറക്കണം. എൻ്റെ സഹോദരങ്ങൾ, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ആ വാക്യം കൂടി വായിച്ച് നമുക്ക് ഈ സെഷൻ കർത്താവിനെ സമർപ്പിക്കാം. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ കർത്താവേ ഞങ്ങളെ പഠിപ്പിക്കണമേ. തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ എന്താ അവിടെ പറയുന്നത്? ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധ്യത്യം ഉപേക്ഷിക്കുവാനും തങ്ങളുടെ പ്രതീക്ഷകൾ നശ്വരമായ സമ്പത്തിൽ വെക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കുവാനും നീ ഉദ്ബോധിപ്പിക്കുക. തുടർന്ന് പൗലോസ് പറയാണ്, അവർ നന്മ ചെയ്യണം, സൽപ്രവൃത്തികളിൽ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളും ആയിരിക്കുകയും വേണം. അങ്ങനെ യഥാർത്ഥ ജീവൻ, ശ്രദ്ധിക്കണമേ, അവകാശമാക്കുന്നതിനെ അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്ങളുടെ
ഭാവിക്ക്, നിത്യജീവന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഭദ്രമായ അടിത്തറ പണിയട്ടെ. സന്തോഷത്തോടെ നൽകുവാൻ ആത്മാവ് ആവശ്യപ്പെടുകയാണ്. പൗലോസിനെ കൊരിന്ത സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 9:11 എന്താ നമ്മൾ കാണുന്നത്? 9:11 നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങൾ എല്ലാ വിധത്തിലും സമ്പന്നരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് 9:9 വചനം പഠിപ്പിക്കുകയാണ്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ 9:9 എന്താ പറയുന്നത്? സന്തോഷത്തോടെ നൽകുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്ന, ദൈവം കടാക്ഷിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ നമ്മുടെ ഈ കാലഘട്ടത്തിന് നൽകപ്പെട്ട ഈ പ്രവചന സന്ദേശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തുവാനും കൂടുതൽ നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുവാനും സഭയെ ശക്തീകരിക്കുവാനും നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്വർഗം നമ്മെ വിളിക്കുന്ന സമയമാണിത്. സമയം വളരെ പരിമിതമാണ് സഹോദരങ്ങളെ. നമ്മുടെ അവസാനം എപ്പോഴാണ് നമുക്കറിയത്തില്ല. ഇന്ന് രാത്രി കർത്താവ് വിളിച്ചാൽ നമ്മുടെ ജീവിതം തീർന്നു. ഓരോ സമയം, അതുകൊണ്ട് ഈശോ പറഞ്ഞത് നിങ്ങളെ കർത്താവ് എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുക. സദാസമയം ജാഗ്രതയോടെ ജീവിക്കണേ. ലോകത്തിൽ കർത്താവ് അനുവദിച്ചു തന്ന ഈ സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള സമയം എൻ്റെ സഹോദരങ്ങളെ അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഒപ്പം നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കാം. അങ്ങനെ സ്വർഗം നൽകുന്ന ഈ പ്രവചന സന്ദേശങ്ങൾ, പരിശുദ്ധ അമ്മ മാതാവിനോട് നൽകപ്പെടുന്ന ഓരോ പ്രവചന അടയാളവും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് അമ്മയുടെ വിശ്വസ്ത മക്കളായി, സഭയുടെ പൊന്നോമന കുഞ്ഞുങ്ങളായി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മിഷണറിമാരായി നമുക്കെല്ലാം രൂപാന്തരപ്പെടാം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആയിരിക്കുന്നിടത്ത് മുട്ടുകുത്തി നിന്ന് നമ്മൾ ആരാധന ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുകയാണ്. 1-2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്ന് 11 ദിനങ്ങൾ കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും വിവിധങ്ങളായ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെയാണ് നമ്മൾ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഓരോ പ്രത്യക്ഷീകരണങ്ങളിലൂടെ സ്വർഗം നൽകിയ പ്രവചന സന്ദേശങ്ങൾക്ക് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്, കൃത്യമായ അർത്ഥങ്ങളുണ്ട്. സഹോദരങ്ങൾ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതങ്ങൾ ക്രമപ്പെടുത്തുവാനും നമ്മെ തന്നെ ഒരു പൂർണ്ണമായ സമർപ്പണം ചെയ്യുവാനുമായിട്ട് നമ്മൾ ഒരുങ്ങുക. അനേകം ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ, ഈ തലമുറയെ വിശുദ്ധീകരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ അവസരങ്ങളെ എല്ലാം നമുക്ക് കർത്താവിനായി സമർപ്പിക്കുവാനായിട്ട് ഒരുങ്ങാം. ഒപ്പം നിങ്ങൾ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഷെക്കന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരൻ, ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. ഞാൻ സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയാണ്. ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ മാധ്യമ ശുശ്രൂഷ കടന്നു പോകുന്നത്. പ്രാർത്ഥനയുടെ പിൻബലമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുവാനും കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ജനത്തിന് നൽകുവാൻ നമുക്ക് സാധിക്കുകയില്ല. നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥന ഒരു സ്വർഗസ്ഥനായ, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയെങ്കിലും നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം സാമ്പത്തികമായി സഹായിക്കണം. ഒത്തിരി ഞെരുക്കുണ്ട് സഹോദരങ്ങളെ. പലപ്പോഴും ഞാനത് പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല, ഈശോയെ സ്നേഹിക്കുന്ന നിങ്ങളോട് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് മറ്റൊരു സഹായങ്ങളുമില്ല. സാധാരണക്കാർ തരുന്ന കൊച്ചു കൊച്ചു സഹായങ്ങളിലൂടെയാണ് ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. നമുക്ക് പല എക്യുപ്മെൻറ്റ്സുകൾ നമ്മൾക്കത് വാങ്ങേണ്ട സമയങ്ങളായി. പല ബില്ലുകളും കൊടുത്ത് തീർക്കണം. നമ്മുടെ ക്യാൻറ്റീൻ വർക്കുകൾ അത് ഫിനിഷ് ചെയ്യണം. അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട് സഹോദരങ്ങളെ. അമ്മ മാതാവ് പറഞ്ഞതുപോലെ നമ്മുടെ സമ്പത്തും നമ്മുടെ സ്വാധീനവും നമ്മുടെ കഴിവുകളും കർത്താവിൻ്റെ രാജ്യത്തെ പടുത്തുയർത്തുവാനും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ കൂടുതൽ കൂടുതൽ അനേകരിലേക്ക് കൈമാറ്റം ചെയ്യുവാനുമായി നമ്മുടെ സാധ്യതകൾ ഉപയോഗിക്കണം. നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ ഈ കാണുന്ന ഷെക്കന ന്യൂസിൻ്റെ ഈ
അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾക്കത് അയക്കാവുന്നതാണ്. പണം അയക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഷെക്കേനയുടെ ഓഫീസുമായി അക്കൗണ്ട്സുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. ആ ഡീറ്റെയിൽസുകൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഗൂഗിൾ പേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കൃത്യതയോടെയുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിച്ചും ഒരുമിച്ച് ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്ത് അനേകർ ഈശോയ്ക്കായിട്ട് നേടാം. മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി പരിശുദ്ധ കുർബാനയെ നമ്മുടെ മധ്യേ വരുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് പരിശുദ്ധ അമ്മയോടും വിശ്വാസപിതാവിനോടും സകല വിശുദ്ധരോടും ഒപ്പം ചേർന്ന് ആരാധിക്കുവാനായിട്ടൊരുങ്ങാം. താങ്ക് യു ജീസസ്. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അൾത്താരയിലേക്ക് കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിച്ച് പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ വരുന്ന കർത്താവിനെ നമ്മൾ ഒന്നിച്ച് ആരാധിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ വിശ്വാസം തീ പോലെ ഈ തലമുറയിൽ കത്തിപ്പടരുവാൻ വേണ്ടി, അനേകം ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി, വിശുദ്ധി നഷ്ടപ്പെട്ട ആത്മാക്കളിൽ വിശുദ്ധിയുടെ അഭിഷേകം വീണ്ടും പകരപ്പെടുവാൻ വേണ്ടി, സത്യവിശ്വാസത്തിന്റെ വെളിച്ചം അനേകം ആത്മാക്കളിൽ ഉജ്ജ്വലിക്കുവാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് ആരാധിക്കുന്ന ഈശോയെ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ സ്തുതിച്ചിടും ഞാൻ. ഞങ്ങൾ ഒന്നിച്ചങ്ങി ആരാധിക്കുന്നു. ആരാധിക്കാം കർത്താവിനെ സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ചെറുപാടി ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് സാധിക്കുന്നവർ സാഷ്ടാംഗം പ്രണമിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ സാധിക്കുന്നവർ മുട്ടുകുത്തി തന്നെ നിന്ന് കരങ്ങൾ അൾത്താരയിലേക്ക് തുറന്നു പിടിച്ച് ഇക്കഡോറിൽ മദർ മരിയാനയോട് പരിശുദ്ധ അമ്മ പറഞ്ഞ പ്രവചന സന്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിരുന്നു. അനേകം ആത്മാക്കളിൽ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം കെട്ടുപോകും. സത്യവിശ്വാസത്തിന്റെ വെളിച്ചം അനേകം ആത്മാക്കളിൽ കെട്ടുപോകും. വിശ്വാസ സത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചിലർ പരാജയപ്പെടും. എന്റെ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന് വ്യതിചലിച്ചു പോയ എല്ലാ ആത്മാക്കളെയും, വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാ ആത്മാക്കളെയും, വിശ്വാസത്യാഗികളായ വിശ്വാസരാഹിത്യം സംഭവിച്ച എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. ഫാത്തിമയിൽ കർത്താവിന്റെ ദൂതൻ ആ 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലുകയാണ്. സ്വർഗം നൽകിയ പ്രാർത്ഥനയാണ്.
കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഈശോയെ, ഈശോയെ, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, ആരാധിക്കാത്തവർക്ക് വേണ്ടി, ആരാധിക്കാത്തവർക്ക് വേണ്ടി, പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് ഞങ്ങൾ വേണ്ടി അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. വിശ്വസിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി വിശ്വസിക്കാത്ത ആത്മാക്കൾക്ക് കർത്താവായ വേണ്ടി, യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയിൽ വിശ്വസിക്കാത്ത അങ്ങയിൽ വിശ്വസിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, തിരുസഭയിൽ വിശ്വസിക്കാത്ത, തിരുസഭയിൽ വിശ്വസിക്കാത്ത, സത്യപ്രബോധനങ്ങളിൽ വിശ്വസിക്കാത്ത സത്യപ്രബോധനങ്ങളിൽ വിശ്വസിക്കാത്ത ആത്മാക്കൾക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, കർത്താവേ, സത്യവിശ്വാസത്തിന്റെ തീ സത്യവിശ്വാസത്തിന്റെ തീ അനേകം ആത്മാക്കളിൽ അനേകം ആത്മാക്കളിൽ ഈ സമയം ഈ സമയം കത്തിപ്പടരട്ടെ. കത്തിപ്പടരട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ട ആത്മാക്കൾക്കായി വിശ്വാസം നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ചൊരിയണമേ, കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ വർഷിക്കണമേ. കൃപ വർഷിക്കണമേ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് പരിശുദ്ധ കുർബാനയിൽ നിന്ന് വിശ്വാസത്യാഗികളായ വിശ്വാസത്യാഗികളായ എല്ലാ ആത്മാക്കളിലേക്കും എല്ലാ ആത്മാക്കളിലേക്കും കൃപകൾ ഒഴുകട്ടെ. ഒഴുകട്ടെ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. സത്യവിശ്വാസത്തിന്റെ തീ 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 പടരട്ടെ, ഹല്ലേലൂയ, തീ പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ട ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ചങ്ങേ വിളിക്കുന്നു. ഞങ്ങളൊരു മനസ്സോട് ആരാധിക്കുന്നു. വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. മനുഷ്യ ഹൃദയങ്ങളിൽ അസംഖ്യം ആത്മാക്കളിൽ സത്യവിശ്വാസത്തിന്റെ വെളിച്ചം പ്രകാശിതമാകട്ടെ. ശ്രദ്ധിക്കുന്നു, 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 ശ്രദ്ധിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഈശോയെ, 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 ഈശോയെ. സഹോദരങ്ങളെ, എല്ലാ ദിവസവും വിശ്വാസത്യാഗം സംഭവിച്ച ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. വിശ്വാസ വെളിച്ചം കെട്ടുപോയ ആത്മാക്കൾ വീണ്ടും സത്യവിശ്വാസം വെളിച്ചം പ്രകാശിതമാകാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധ ത്രിത്വം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി വെള്ളം കൊടുത്ത് പ്രാർത്ഥിക്കണം. ഈ ഫാത്തിമയിൽ കർത്താവിനെ ദൂതൻ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മൾ വിശ്വാസത്തോടെ ചെല്ലണം. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കുക, അമ്മ പറഞ്ഞത് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികളെ കുറിച്ചാണ്. ഇന്ന് അനേക സന്യാസ ഭവനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ദൈവവിളികൾ കുറഞ്ഞു പോകുന്നു, ദൈവവിളികൾ നഷ്ടപ്പെട്ടു പോകുന്നു, നല്ല നല്ല ദൈവവിളികൾ ഇന്ന് കുറഞ്ഞു പോകുന്നു. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളെ യാചനാപുരം തുറന്നു പിടിക്കുക. സഭയിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാൻ, സന്യാസ ഭവനിൽ ദൈവവിളികൾ ഉണ്ടാകുവാൻ, സന്യാസ പരിശീലകരെ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയാൻ, അവർ പ്രാർത്ഥനയുടെ മനുഷ്യരായി മാറാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരാത്മാക്കളെ വിവേചിക്കുന്നവരാകണം. നല്ല ക്വാളിറ്റി ഉള്ളവരെ സെലക്ട് ചെയ്യണം, കൃപയുള്ളവരെ സെലക്ട് ചെയ്യണം. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ കൊയ്ത്തിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. വിളവധികം വേലക്കാരോ ചുരുക്കം, വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോകുന്ന ദൈവവിളികളെ കുറിച്ചുള്ള ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, ദൈവവിളികൾ നൽകണമേ. സന്യാസ ഭവനങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സമൃദ്ധമായ അഭിഷേകം നിറവുള്ള ദൈവവിളികൾ സഭയ്ക്ക് നൽകണമേ, കുടുംബങ്ങൾക്ക് നൽകണമേ, സന്യാസ ഭവനങ്ങൾക്ക് നൽകണമേ. കരമുയർത്തി വിളിക്കുന്നു യേശുവേ. ശ്രദ്ധിക്കുന്നു. ക്വാളിറ്റിയുള്ള കർത്താവേ, നല്ല ക്വാളിറ്റിയുള്ള വിശ്വാസം, വിശുദ്ധിയുള്ള അനേകർ സഭയിൽ വൈദികരാണ്, സമർപ്പിതരാകാൻ, ഉത്തമമായ കുടുംബ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ കർത്താവേ കൃപ ചൊരിയണമേ. ഉത്തമമായ ദൈവവിളികളാ അവിടുത്തെ സഭയെ സമ്പന്നമാക്കണമേ. ഈശോ. സഹോദരങ്ങളെ, മൂന്നാമത് അമ്മ പറഞ്ഞത്
അശുദ്ധിയുടെ ദുർഭൂതം ഒരു പ്രളയം പോലെ ലോകം മുഴുവനിലേക്കും വ്യാപിക്കും, എല്ലായിടങ്ങളിലേക്കും വ്യാപിക്കും. ഇന്ന് ലോകത്തെ നയിക്കുന്നത് വ്യഭിചാരത്തിന്റെ ദുർഭൂതമാണ്. ഇന്ന് അനേക കുടുംബങ്ങൾ നശിച്ചു പോയതിന്റെ പുറകിൽ ഈ വ്യഭിചാര ദുർഭൂതമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട പലരും കൃപയിൽ വീണുപോയതിന്റെ പുറകിൽ ഈ വ്യഭിചാരത്തിന്റെ ദുർഭൂതമാണ്. എന്റെ സഹോദരങ്ങളെ, വിവാഹ ബന്ധങ്ങൾ ഇന്ന് തകരുന്നു, ശിഥിലീകരിക്കപ്പെടുന്നു, കുടുംബ ജീവിതങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുന്നു. ഇതിന്റെ ഒരു കാരണം ഈ അശുദ്ധിയുടെ ദുർഭൂതമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. വിശുദ്ധിയുടെ ആത്മാവായി പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ നിറയുവാൻ, കൂട്ടായ്മയിൽ നിറയുവാൻ, സഭയുടെ എല്ലാ തലങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവായി നിറയുവാൻ, വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ജീവിക്കുന്നവരായി മാറുവാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് അമ്മമാതാവിനോട് ചേർന്ന് ജലപാപത്തിൽ ജീവിക്കുന്ന ഓരാത്മാവിന്റെയും അനുതാപത്തിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി, അവരിൽ വിശുദ്ധിയുടെ ആത്മാവ് നിറയാൻ വേണ്ടി കരമുയർത്തി വിളിക്കുന്നു. യേശുവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ക്രമൊഴുകട്ടെ, ക്രമൊഴുകട്ടെ, ക്രമൊഴുകട്ടെ. ജഡപാപത്തിന് കെട്ടുകൾ അടിയട്ടെ, ജഡപാപത്തിന് കെട്ടുകൾ അടിയട്ടെ. കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, വ്യക്തികളിൽ ജഡപാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഒപ്പം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പിശാച് ആക്രമിക്കുകയാണ്. അനേകം കുടുംബങ്ങൾ നശിക്കുകയാണ്, ശിഥിലീകരിക്കപ്പെടുകയാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തി നമ്മുടെ കുടുംബങ്ങൾ നസ്രത്തിൽ തിരുകുടുംബം പോലെ ആയിത്തീരുവാൻ പ്രാർത്ഥനയുടെയും കൃപയുടെയും വചനത്തിന്റെയും പങ്കുവെക്കലിന്റെയും സ്നേഹത്തിന്റെയും കുടുംബങ്ങളായി മാറ്റപ്പെടുവാൻ കർത്താവേ, കുടുംബങ്ങളെ സംരക്ഷിക്കണമേ, കുടുംബ ബന്ധങ്ങളെ പരിപാലിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു യേശുവേ. സ്തുതിക്കുന്നു. ഇത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ പകരപ്പെടുന്നു, അഭിഷേകം വ്യാപരിക്കുന്നു, പൈശാചിക കെട്ടുകൾ അടിയുന്നു, സാത്താന്യ ആധിപത്യങ്ങൾ തകരുന്നു. യേശുവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ ജനത്തോട്, അങ്ങയുടെ കുടുംബങ്ങളോട്, അങ്ങയുടെ സന്യാസ ഭവനങ്ങളോട് കരുണ കാണിക്കണമേ. കൃപയാൽ മുദ്ര ചെയ്യണമേ, അഭിഷേകത്താൽ മുദ്ര ചെയ്യണമേ, തിരിച്ചോരയാൽ മുദ്ര ചെയ്യണമേ, തിരുവചനത്താൽ മുദ്ര ചെയ്യണമേ. Lord bless, 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 anoint, anoint in the name of Jesus, in the name of Jesus. നമ്മൾ പരിശുദ്ധ കൃപയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഭയഭക്തി ആദരവോടെ തുടർന്ന് വരുന്ന 11 ദിനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ മാതാവിലൂടെ വിവിധയിടങ്ങളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷീകരണങ്ങൾ നൽകപ്പെട്ട പ്രവചന സന്ദേശങ്ങളുടെ പൊരുളുകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ആത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുകുവാൻ, സന്യാസ ഭവനങ്ങളിലേക്ക് കൃപ ഒഴുകുവാൻ, സഭ മുഴുവനിലേക്ക് കൃപ ഒഴുകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുവാനായി ഒരുങ്ങുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരാം ജീവിച്ചിടുവാൻ ചിന്തണമേ കൃപ ചൊരിയണമേ. സ്വർഗം നൽകുന്ന പ്രവചന സന്ദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ജ്ഞാനം നൽകണമേ.
നൽകണമേ, അറിവ് നൽകണമേ, അതിനാവശ്യമായ അഭിഷേകം നൽകണമേ. കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, സഭ മുഴുവനിലേക്കും കർത്താവേ ഈ അഭിഷേകം പകരണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.